ആരുടെങ്കിലും ബർത്ത്ഡേ ആണെങ്കിൽ നമ്മൾ എന്താ പറയുക, ഹാപ്പി ബർത്ത്ഡേ. ആരുടെങ്കിലും ആനിവേഴ്സറി ആണെങ്കിൽ നമ്മൾ എന്താ പറയും, ഹാപ്പി ആനിവേഴ്സറി. ഇനി ആരെങ്കിലും എന്തെങ്കിലും കാര്യം അച്ചീവ് ചെയ്തു, പ്രൊമോഷനൊക്കെ കിട്ടി, അപ്പോൾ നമ്മൾ എന്ത് പറയും, കൺഗ്രാറ്റുലേഷൻസ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി രസകരമായിട്ട് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് ഈ വീഡിയോയിൽ നോക്കാം. ആരോ പറഞ്ഞു ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണെന്ന് എങ്ങനെ പറയും? ഈ ആരോ പറഞ്ഞു എന്ന് ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെറിയ സംഭവമുണ്ട്. എ ലിറ്റിൽ ബേർഡ് ടോൾഡ് മീ ഇറ്റ്സ് യുവർ ബർത്ത്ഡേ ടുഡേ. അപ്പോൾ ആരോ പറഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാ കോണ്ടെക്സ്റ്റിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് എ ലിറ്റിൽ ബേർഡ് ടോൾഡ് മീ. എ ലിറ്റിൽ ബേർഡ് ടോൾഡ് മീ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ആരാ പറഞ്ഞതെന്ന് പറയേണ്ട കാര്യമില്ല. ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് പറയാൻ താല്പര്യമില്ല, അതൊരു സീക്രട്ട് ആണ് എന്നാണ് അർത്ഥം. എ ലിറ്റിൽ ബേർഡ് ടോൾഡ് മീ ഇറ്റ്സ് യുവർ ബർത്ത്ഡേ ടുഡേ. ആരോ പറഞ്ഞു നിന്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ഇന്നല്ല, 3 ആഴ്ചയിലാണെങ്കിൽ എങ്ങനെ പറയും? ഐ ഹാവ് എ ബർത്ത്ഡേ ഇൻ 3 weeks. അപ്പോൾ 3 ആഴ്ചയിൽ എൻ്റെ ബർത്ത്ഡേ ഉണ്ട്. ഐ ഹാവ് എ ബർത്ത്ഡേ ഇൻ 3 weeks. അപ്പം നീ എത്ര വയസ്സാവും അങ്ങനെ ചോദിക്കില്ലേ നമ്മൾ? അങ്ങനെ ചോദിക്കും. ഹൗ ഓൾഡ് ആർ യു ടേണിങ്? എത്ര വയസ്സാവും എന്ന് ചോദിക്കാൻ ബിക്കമിങ് ഒന്നുമല്ല, ഹൗ ഓൾഡ് ആർ യു ടേണിങ്. അപ്പോൾ എനിക്ക് 60 വയസ്സാവും. എങ്ങനെ പറയും? ഐ വിൽ ബി ടേണിങ് 60 നെക്സ്റ്റ് വീക്ക്. അല്ലെങ്കിൽ ഐ എം ടേണിങ് 32. അപ്പോൾ ഐ വിൽ ബി ടേണിങ് അല്ലെങ്കിൽ ഐ ആം ടേണിങ് അങ്ങനെ പറയാം. അല്ലെങ്കിൽ നമ്മുടെ ബർത്ത്ഡേ ഇപ്പം കഴിഞ്ഞുള്ളൂ കേട്ടോ, അപ്പോൾ 45 വയസ്സായി, ഇപ്പം ആയിട്ടേ ഉള്ളൂ. എങ്ങനെ പറയും? ഐ ജസ്റ്റ് ടേൺഡ് 45. ഇനിയിപ്പോൾ ബർത്ത്ഡേ ആയ ഒരാളുടെ അടുത്ത് നമ്മൾ എങ്ങനെ ഹാപ്പി ബർത്ത്ഡേ പറയാൻ നോക്കാം. നമ്മൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് തന്നെ പറയാം. ഇനി ബർത്ത്ഡേനെ ചുരുക്കിയിട്ട് ഹാപ്പി BE അങ്ങനെയും പറഞ്ഞു കണ്ടിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്നുകൂടി ചുരുക്കിയിട്ട് HBD, ഹാപ്പി ബർത്ത്ഡേയുടെ ഷോർട്ടായിട്ട് HBD എന്നും പറയാറുണ്ട്. മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പറയും, പക്ഷെ നേരിട്ട് പറയുമ്പോൾ കുറച്ചുകൂടെ വിശദമായിട്ട് പറയണം അല്ലേ? മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അതാണ് പൊതുവെ എല്ലാവരും പറഞ്ഞു കേൾക്കാറുള്ളത് അല്ലേ? മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും കൂടുതൽ കാലം ജീവിക്കട്ടെ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. കുറേ ബർത്ത്ഡേകൾ ഇനി ആഘോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ, അതാണ് എൻ്റെ അർത്ഥം. അല്ലെങ്കിൽ മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഇത് വളരെ കോമൺ ആയിട്ട് നമ്മൾ കേട്ട് വരുന്നല്ലേ? കുറച്ചുകൂടെ ഫണ്ണി ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഹാപ്പി ബർത്ത്ഡേ പറയാൻ വേണ്ടിയിട്ട് ഹാപ്പി ഹാച്ച് ഡേ അങ്ങനെ പറയാം. മുട്ട വിരിഞ്ഞിട്ട് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിനാണ് ഹാച്ച് ചെയ്യാന്ന് പറയാം. മുട്ട പൊട്ടിയിട്ട് അതിൻ്റെ കുഞ്ഞ് പുറത്ത് വരുന്നതാണ് ഹാച്ച് ചെയ്യാന്ന് പറയാം. അപ്പോൾ നമ്മൾ മുട്ട പൊട്ടി വരുന്നതല്ല, എന്നാലും അത് കേൾക്കുമ്പോൾ നമ്മളൊരു പക്ഷിക്കുഞ്ഞാന്ന് തോന്നും അല്ലേ? ഹാപ്പി ഹാച്ച് ഡേ. ഇതുപോലെ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള വേറെ സംഭവമാണ് ഹാപ്പി വൂം എവിക്ഷൻ ഡേ. എന്ന് വെച്ചാൽ നമ്മൾ അമ്മയുടെ വയറ്റിൽ നിന്ന് നമ്മളെ പുറത്താക്കിയ ദിവസമല്ലേ, ഹാപ്പി വൂം എവിക്ഷൻ ഡേ. ഇനി വേറെ രീതിയാണ് ഹാപ്പി ലെവൽ അപ്പ് ഡേ. നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആയില്ലേ, കഴിഞ്ഞ വർഷം ചെയ്ത മണ്ടത്തരങ്ങൾ കുറേ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമ്മൾ കുറച്ച് ലെവലപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഹാപ്പി ലെവൽ അപ്പ് ഡേ. അല്ലെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു രീതിയാണ് കൺഗ്രാറ്റ്സ് ഓൺ അനദർ സക്സസ്ഫുൾ ട്രിപ്പ് അറൗണ്ട് ദ സൺ. എന്നുവെച്ചാൽ ഒരു വർഷം വേണം നമുക്ക് സൂര്യന് ചുറ്റും ഭൂമിക്കൊന്ന് കറങ്ങി വരാൻ അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു വർഷം കഴിഞ്ഞില്ലേ ഇപ്പോൾ, കഴിഞ്ഞ ബർത്ത്ഡേ കഴിഞ്ഞിട്ട്. അപ്പോൾ കൺഗ്രാറ്റ്സ് ഓൺ അനദർ സക്സസ്ഫുൾ ട്രിപ്പ് അറൗണ്ട് ദ സൺ. സൂര്യന് ചുറ്റും ഒരു ട്രിപ്പ് അടിച്ചതിന് കൺഗ്രാറ്റുലേഷൻസ് പറയാണ്. അല്ലെങ്കിൽ ഇതിനെ തന്നെ കൺഗ്രാറ്റ്സ് യു ഹവ് സർവൈവ്ഡ് അനദർ ട്രിപ്പ് അറൗണ്ട് ദ സൺ. ഒരു ട്രിപ്പ് കൂടെ നിങ്ങൾ സർവൈവ് ചെയ്തു. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് വേറെ രീതിയിൽ പറയാം. പൊതുവെ പ്രായം ചെല്ലുന്തോറും അതിൻ്റെ ഗുണം കൂടിക്കൊണ്ട് വരുന്നൊരു സാധനമുണ്ട്, വീഞ്ഞ് അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് യു ആർ ഏജിങ് ലൈക്ക് ഫൈൻ വൈൻ എന്ന് വെച്ചാൽ നിങ്ങൾ പ്രായം ചെല്ലുന്നോറും ആള് കുറച്ചുകൂടെ മെച്ചപ്പെട്ട് വരികയാണ് എന്നാണ് അർത്ഥം. യു ആർ ഏജിങ് ലൈക്ക് ഫൈൻ വൈൻ. അല്ലെങ്കിൽ ഇനി വളരെ സ്വീറ്റ് ആയിട്ടുള്ള വേറെ രീതിയാണ് വിഷിങ് യു മെനി മോർ കാൻഡിൽസ് ടു ബ്ലോ. എന്ന് വെച്ചാൽ ബർത്ത്ഡേക്ക് നമ്മൾ കാൻഡിൽസ് ബ്ലോ ചെയ്യില്ലേ, അങ്ങനെ കുറേ കൂടെ കാൻഡിൽസ് നിങ്ങൾക്ക് ബ്ലോ ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ, ദീർഘായുസ് നേരെയാണ് അല്ലേ? വിഷ് യു മെനി മോർ കാൻഡിൽസ് ടു ബ്ലോ. അല്ലെങ്കിൽ വിഷിങ് യു എ ഡേ ആസ് സ്പെഷ്യൽ ആസ് യു ആർ. നിങ്ങളുടെ എത്ര സ്പെഷ്യലാണോ അത്രത്തോളം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസം ആശംസിക്കുന്നു. ഇനി ബർത്ത്ഡേ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാപ്പി ബിലേറ്റഡ് ബർത്ത്ഡേ അങ്ങനെ പറയാം. കഴിഞ്ഞു പോയതാകുമ്പോൾ ബിലേറ്റഡ്, ഹാപ്പി ബിലേറ്റഡ് ബർത്ത്ഡേ അങ്ങനെ പറയാം. പക്ഷെ നമ്മൾ പൊതുവെ അഡ്വാൻസ് ആയിട്ട് ബർത്ത്ഡേ വിഷ് ചെയ്യില്ല കേട്ടോ. അതുകൊണ്ട് ഹാപ്പി അഡ്വാൻസ് ബർത്ത്ഡേ എന്ന് പറയരുത്. ജർമ്മനിയിലും സ്പെയിനിലൊക്കെ നമ്മൾ ബർത്ത്ഡേ വിഷസ് മുൻകൂട്ടി വിഷ് ചെയ്യുന്നത് അവർക്കതൊരു ചീത്ത കാര്യമായിട്ടാണ്, അവരുടെ ലൈഫിൽ അതൊരു ബാഡ് ലക്ക് ആയിട്ടാണ് അവർ കണക്കാക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അഡ്വാൻസ് ബർത്ത്ഡേ വിഷ് ചെയ്യരുത് കേട്ടോ. ഇനി ബർത്ത്ഡേ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്, വാട്ട്സ് യുവർ സോഡിയാക് സൈൻ? സോഡിയാക് സൈൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഉടനെ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറയരുത്. നമ്മൾ ജനിക്കുന്ന മാസം അനുസരിച്ച് നമുക്കൊരു സോഡിയാക് സൈൻ വരും. അപ്പോൾ ഇതാണ് ആ ചാർട്ട്. ഇപ്പോൾ നിങ്ങൾ ജാനുവരിയിലാണ് ജനിക്കുന്നതെങ്കിൽ നിങ്ങൾ കാപ്രിക്കോണൊക്കെ ആവാനുള്ള ചാൻസ് ആണ് കൂടുതൽ. നിങ്ങൾ ജൂലൈയിലാണെങ്കിൽ നിങ്ങൾ ക്യാൻസർ ആയിരിക്കും. നിങ്ങൾ ഫെബ്രുവരിയിലാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അക്വേറിയസ് ആയിരിക്കും. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങളുടെ സോഡിയാക് സൈൻ കമൻറ്റിൽ അറിയിക്കണേ. ഇനി നമുക്ക് ഒരാളോട് ഇങ്ങനെ കൺഗ്രാറ്റുലേഷൻ പറയാൻ നോക്കാം.
ഹൃദയം നിറഞ്ഞ കൺഗ്രാജുലേഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹാർട്ട് ഫെൽറ്റ് കൺഗ്രാജുലേഷൻസ് അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ കിട്ടി, അപ്പോൾ കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണെങ്കിൽ കൺഗ്രാജുലേഷൻസ് ഓൺ യുവർ പ്രൊമോഷൻ, അവിടെ ഓൺ ആണ്, കൺഗ്രാജുലേഷൻസ് ഓൺ യുവർ പ്രൊമോഷൻ. അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും കൺഗ്രാജുലേഷൻ അറിയിക്കണം, പറയണം എന്ന് പറയണമെങ്കിൽ പ്ലീസ് സെൻഡ് ഹർ മൈ കൺഗ്രാജുലേഷൻസ്, അങ്ങനെയാണ് പറയാം. ഇനി കൺഗ്രാജുലേഷൻ പറയുന്നതിന് പകരം ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് ഫ്രേസസ് ഉണ്ട്. വേ ടു ഗോ, വേ ടു ഗോ. അല്ലെങ്കിൽ കീപ്പ് അപ്പ് ദ ഗുഡ് വർക്ക്, നിങ്ങൾ ചെയ്യുന്ന നല്ലൊരു കാര്യമാണ്, ഇനി അത് ചെയ്യുമെന്നുള്ള അർത്ഥത്തിൽ കീപ്പ് അപ്പ് ദ ഗുഡ് വർക്ക്. അല്ലെങ്കിൽ വെൽ ഡൺ. ഇതേപോലെ ഉപയോഗിക്കാവുന്ന വേറൊരു ഫ്രേസാണ് ഹാറ്റ്സ് ഓഫ്. കൺഗ്രാജുലേഷൻസിന് പകരം വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ക്യൂഡോസ്. അല്ലെങ്കിൽ നമുക്ക് നൈസ് ഗോയിങ്, കീപ് ഗോയിങ് അങ്ങനെയൊക്കെ പറയാം. ഇനി ഇംഗ്ലീഷിൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വേറൊരു ഫ്രേസാണ് പ്രോപ്സ് ടു യു, പ്രോപ്സ് ടു യു. ഇനി അടിപൊളി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നെയിൽഡ് ഇറ്റ്, ക്രഷ്ഡ് ഇറ്റ്, സ്ലേഡ് ഇറ്റ്, ഡിസ്ട്രോയിഡ് ഇറ്റ് ഇങ്ങനെയൊക്കെ പറയാം. ഇനിയിപ്പോൾ ആരെങ്കിലും ഒരു നല്ലൊരു കാര്യം ചെയ്തു, ആളെ എല്ലാവരും ചേർന്ന് കൈയടിച്ചൊന്ന് പ്രോത്സാഹിപ്പിക്കൂ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പ്ലീസ് ഗിവ് ഹർ എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് അങ്ങനെ പറയും. അപ്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈയടിച്ച് ഹേ ഹൂ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ശബ്ദമൊക്കെ ഉണ്ടാക്കി ഒരാളെ അഭിനന്ദിക്കില്ലേ, ആ ശബ്ദത്തിനാണ് അപ്ലോസ് എന്ന് പറയുക. അയാൾക്ക് അങ്ങനെ വലിയൊരു അപ്ലോസ് കൊടുക്കുമെന്നാണ് പ്ലീസ് ഗിവ് ഹർ എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഇനി ഒരാളുടെ വിവാഹ വാർഷികമാണ്, അപ്പോൾ എന്ത് പറയും? സിമ്പിളായിട്ട് ഹാപ്പി ആനിവേഴ്സറി എന്ന് പറയാം. പക്ഷേ കുറച്ചുകൂടി രസത്തിൽ എന്തെങ്കിലും പറയണമെങ്കിൽ വിഷിംഗ് ദ പെർഫെക്റ്റ് പെയർ എ പെർഫെക്റ്റ് ഡേ ടുഗെദർ അല്ലേ. ഈ പെർഫെക്റ്റ് പെയറിന് എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ രണ്ടാൾക്കാർക്ക് ഒരു പെർഫെക്റ്റ് ദിവസം ആശംസിക്കുന്നു. വിഷിംഗ് ദ പെർഫെക്റ്റ് പെയർ എ പെർഫെക്റ്റ് ഡേ ടുഗെദർ. ഇനി സിമ്പിളായിട്ട് വേറെ രീതി പറയുകയാണെങ്കിൽ വാമസ്റ്റ് കൺഗ്രാജുലേഷൻസ് ആൻഡ് ലവ് അങ്ങനെ പറയാം. അല്ലെങ്കിൽ വിഷിംഗ് യു എ ലൈഫ് ടൈം ഓഫ് ലവ് ആൻഡ് ഹാപ്പിനെസ്, ഒരു ജീവിതകാലം മുഴുവൻ സ്നേഹവും സന്തോഷവും ആശംസിക്കുന്നു. വിഷിംഗ് യു എ ലൈഫ് ടൈം ഓഫ് ലവ് ആൻഡ് ഹാപ്പിനെസ്. നിങ്ങൾ രണ്ടുപേരും സൂപ്പറാണ്, യു ആർ ഗ്രേറ്റ് ടുഗെദർ, സോ ഹാപ്പി ഫോർ യു ടു. അല്ലെങ്കിൽ കല്യാണ ദിവസമോ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറിയിൽ പറയാൻ പറ്റുന്ന വേറെ ഫ്രേസസ് പറയാം. ബെസ്റ്റ് വിഷസ് ഫോർ എ ഫൺ ഫിൽഡ് ഫ്യൂച്ചർ, നല്ല രസകരമായിട്ടുള്ളൊരു ഫ്യൂച്ചറിന് ആശംസിക്കുന്നു. ബെസ്റ്റ് വിഷസ് ഫോർ എ ഫൺ ഫിൽഡ് ഫ്യൂച്ചർ. അല്ലെങ്കിൽ ലോട്ട്സ് ഓഫ് ലവ് ടുഡേ ആൻഡ് ബിയോണ്ട്, ഇന്നും എന്നേക്കും എന്താണ് കുറേ ലവ്, ലോട്ട്സ് ഓഫ് ലവ് ടുഡേ ആൻഡ് ബിയോണ്ട്. ഇനി കല്യാണ ദിവസമാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റിയ ഫ്രേസ് മേ ടുഡേ ബി ദ സ്റ്റാർട്ട് ഓഫ് എ ലോങ് ഹാപ്പി ലൈഫ് ടുഗെദർ. മേ ടുഡേ ബി ദ സ്റ്റാർട്ട് ഓഫ് എ, ഇത് തുടക്കമാവട്ടെ, എങ്ങനെ ഒരു നല്ല ജീവിതത്തിന് തുടക്കം ഇന്നാവട്ടെ. മേ ടുഡേ ബി ദ സ്റ്റാർട്ട് ഓഫ് എ ലോങ് ഹാപ്പി ലൈഫ് ടുഗെദർ. അല്ലെങ്കിൽ കൺഗ്രാജുലേഷൻസ് ടു ബോത്ത് ഓഫ് യു ഓൺ യുവർ സ്പെഷ്യൽ ഡേ, നിങ്ങളുടെ ഈ സ്പെഷ്യൽ ഡേയിൽ കൺഗ്രാജുലേഷൻസ്. യുവർ ഗ്രേറ്റസ്റ്റ് അഡ്വഞ്ചർ ഹാസ് ജസ്റ്റ് ബിഗൺ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോ അല്ലെങ്കിൽ ഭാര്യയോടോ വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്യണം. അതിങ്ങനെ പറയും താങ്ക്സ് ഫോർ പുട്ടിങ് അപ്പ് വിത്ത് മീ ഫോർ അനദർ ഇയർ. ഒരു വർഷം കൂടെ നിങ്ങൾ എന്നെ സഹിച്ചില്ലേ, നന്ദി. അങ്ങനെ കുറച്ച് തമാശയ്ക്ക് പറയാൻ വേണ്ടിയിട്ട് താങ്ക്സ് ഫോർ പുട്ടിങ് അപ്പ് വിത്ത് മീ. ടു പുട്ട് അപ്പ് വിത്ത് സമ്മൺ എന്ന് വെച്ചാൽ ഒരാളെ സഹിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ പുട്ടിങ് അപ്പ് വിത്ത് മീ ഫോർ അനദർ ഇയർ. ഇനി വെഡിങ് ആനിവേഴ്സറിക്ക് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് പറയുന്ന വേറെ ഏതെങ്കിലും വിഷ് ഉണ്ടെങ്കിൽ കോമൻസിൽ അറിയിക്കും കേട്ടോ, അറിയാൻ താല്പര്യമുണ്ട്.